വാഗമണിൽ ജീപ്പുകളുടെ മരണപ്പാച്ചിലിൽ കർശന നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. വാഗമണിലെ ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവർമാരെ വിളിച്ചു വരുത്തി താക്കീത് നൽകി. ഇനി ഉപദേശങ്ങൾക്കില്ലെന്നും നിയമലംഘകർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും പീരുമേട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് ഫ്രാൻസിസ് മുന്നറിയിപ്പ് നൽകി. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിൽ ടൂറിസ്റ്റ് ജീപ്പുകളുടെ അമിത വേഗതയും സുരക്ഷാ ലംഘനങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർശന നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. കഴിഞ്ഞ ദിവസമുണ്ടായ ജീപ്പ് അപകടത്തെ തുടർന്നാണ് ഡ്രൈവർമാരെ പീരുമേട്ടിൽ വിളിച്ചു വരുത്തി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് ഫ്രാൻസിസ് താക്കീത് നൽകി തിരിച്ചയച്ചത്. MBDയുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കുകയും ചെയ്തു. ഇനി ഉപദേശങ്ങൾക്കില്ലെന്നും നിയമലംഘനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനുശേഷമാണ് ഡ്രൈവർമാരെ തിരിച്ചയച്ചത്. അമിത വേഗത നിയന്ത്രിക്കാൻ സ്പീഡ് ക്യാമറകൾ ഇല്ലാത്തതും രാഷ്ട്രീയ പാർട്ടികളുടെ മൗനവും പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. അപകടങ്ങൾ മറച്ചുവെക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. വാഗമണിന്റെ ടൂറിസം മേഖലയെ സംരക്ഷിക്കാൻ പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഒരു ടൂറിസം വികസന സമിതി രൂപീകരിക്കണമെന്നും മുൻ ഭരണസമിതി ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം നടത്തിയെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദമാണ് സമിതി രൂപീകരിക്കാൻ തടസ്സമായതെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. സമിതി രൂപീകരിച്ച സമിതിയുടെ നേതൃത്വത്തിൽ ഓഫ് റോഡ് സവാരികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം വെച്ചു. കൃത്യമായ നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ വാഗമണിന്റെ സ്വൈര്യ ജീവിതവും സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയുമെന്നും അധികൃതർ പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.